ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ചാനൽ. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലിയിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ്. കൃത്യമായി പറഞ്ഞാൽ 1085. അതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്. ടേസ്റ്റിയാണ്, ക്രീമിയാണ്, ഹെൽത്തിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നമുക്കൊന്ന് വീഡിയോ കണ്ടാലോ? അപ്പൊ നമുക്ക് വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കി തുടങ്ങാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, കുട്ടികൾക്കാണെങ്കിൽ നല്ലപോലെ ഇഷ്ടപ്പെടും. അതിനായിട്ട് ഒരു 1/4 പാത്രം വെള്ളം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം നല്ലപോലെ വെട്ടിത്തിളയ്ക്കണം. വെള്ളം വെട്ടിത്തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1 കപ്പ് പാസ്ത ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നതും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതും. അത് വെന്ത് വരുമ്പോഴേക്കും ഒരു നോൺ സ്റ്റിക്ക് കടായി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 2 വെളുത്തുള്ളി ചെറുതായി മുറിച്ചത്, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം എല്ലാം ഈ 2 ടേബിൾ സ്പൂൺ വീതം. പച്ചക്കറികൾ ഒരുപാട് കൂടരുത്. ഒരുപാട് പച്ചക്കറികൾ കണ്ടാൽ കുട്ടികൾ കഴിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് വെന്ത് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ പാസ്ത വെന്തോ എന്ന് നോക്കാം. പാസ്ത വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. ഒരു നോൺ സ്റ്റിക്ക് കടായി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെണ്ണ ഇട്ട് ഒന്ന് അലിയിച്ചെടുക്കണം. കരിഞ്ഞു പോകരുത്, അലിഞ്ഞാൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ മൈദ ഇട്ട് ഒന്ന് ഇളക്കുക. കൈവിടാതെ തുടരെ ഇളക്കണം. മൈദ നല്ലപോലെ വെന്ത് പച്ചമണമെല്ലാം മാറി വരണം. അല്ലെങ്കിൽ നമ്മുടെ പാസ്തയ്ക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എൻ്റെ കയ്യിലുള്ളത് സോൾട്ടഡ് ബട്ടറാണ്. സോൾട്ടഡ് ബട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പാലൊഴിച്ച് വീണ്ടും ഇളക്കാം. പാൽ നല്ലപോലെ തിളയ്ക്കണം. തിളച്ച് ഒന്ന് കുറുകി വരണം. ക്രീമി ടെക്സ്ചർ ആവണം. പാസ്ത ഒരുപാട് കട്ടിയാവുന്നത് ഇവിടെയുള്ള കുട്ടികൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇത്തിരി ലൂസായിട്ടുള്ള സോസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പച്ചക്കറികളിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ സോസ് കുറച്ച് കഴിയുമ്പോൾ തിക്കാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്ത ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പാസ്ത ഇട്ടതും സോസ് ഒന്നുകൂടി കുറുകിയിട്ടുണ്ട്. തണുക്കുമ്പോൾ ഇനിയും കുറുകും. അതുകൊണ്ട് ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കാൻ ശ്രദ്ധിക്കണം. പാസ്ത എപ്പോഴും ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമേ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിലേക്ക് ഇറ്റാലിയൻ സീസണിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരല്പം ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഏത് ഷേപ്പിലുള്ള പാസ്ത വെച്ച് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. അവർക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. കൂട്ടുകാർക്കും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ടേസ്റ്റി ക്രീമി പാസ്തയിൽ 2 തുളസി ഇല കൂടിയിട്ട് നിർത്താം. താങ്ക് യു.